ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. മിക്ക വീഡിയോയിൽ ഇപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്, കാരണം നമ്മൾ പലപ്പോഴും ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല, കാരണം ഓൾറെഡി വർക്കുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ ബാലൻസിങ് ബുദ്ധിമുട്ടായതുകൊണ്ട് പലപ്പോഴും വീഡിയോസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേസ് നമ്മൾ കേട്ടറ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു, അതിൻ്റെ ഒരു ആൻസർ എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം കേട്ടറ്റിൻ്റെ കാര്യം വരുവാണെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്, ഇത്രയും സിലബസ് ഉള്ളതുകൊണ്ട് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ എങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങണം? അതിനൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പും പല വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഏത് ക്ലാസ്സുകൾ കാണുമ്പോൾ ഒക്കെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ ഉണ്ട്. കുറഞ്ഞ ഒരു 4 കൺസെപ്റ്റ് എങ്കിലും നമുക്ക് അതിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതായിരുന്നു എന്ന രീതിയിലൊരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ, അപ്പം അങ്ങനെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം അല്ലെങ്കിൽ ഇനി എഴുതാൻ പോകുന്നവർ ഈ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ക്ലാസ്സസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. മിക്കവാറും നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും വീണ്ടും. ഓക്കെ, ഉടനെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എക്സാമിന് വേണ്ടി കുറേ വീഡിയോസ് ചെയ്തു. പിന്നെ അടുത്ത എക്സാം ആകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് വീഡിയോസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം. സെറ്റപ്പ് കുറച്ചിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളൊരു പുതിയ ലുക്കിൽ നമ്മൾ പുതിയ വീഡിയോസ് വരാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇനി കേട്ടറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. മെയിൻലി കേട്ടറ്റ് ഹിന്ദി ആയിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ്, ഹിന്ദി ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടംപോലെ വേക്കൻസി ഉള്ളതുകൊണ്ട് നിങ്ങൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടാനും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം പറ്റുന്ന ടൈമിൽ കേട്ടറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ കേട്ടറ്റ് ക്വാളിഫൈഡ് ആയവർ ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിൽ അന്വേഷിക്കുക, കാരണം ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് ഹിന്ദി ടീച്ചറിൻ്റെ പോസ്റ്റിലേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല ടൈം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ജോലിയിൽ കയറുവാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തത്തകയിലെ ഓക്കെ, ബൈ.